സമ്മിശ്ര കൃഷിയിൽ വിജയം കൈവരിച്ച് മുൻ പ്രവാസി തഴവ കുതിരപ്പന്തി സ്വദേശി വിശ്വനാഥനാണ് എള്ള് കൃഷിയിലും കോഴി കൃഷിയിലും നേട്ടം കൈവരിക്കുന്നത്. തഴവ കുതിരപ്പന്തി ദൈവത്തുംവാതുക്കൽ വിശ്വനാഥനാണ് 2 ഏക്കറോളം സ്ഥലത്ത് എള്ള് കൃഷി ചെയ്യുന്നത്. സ്വന്തമായുള്ളതും ബന്ധുക്കളുടെയും ഭൂമി ഏറ്റെടുത്താണ് കൃഷി. 23 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയാണ് കൃഷിയിലേക്ക് തിരിഞ്ഞത്. കൃഷിഭവനിൽ നിന്നും ചെറിയ ആനുകൂല്യങ്ങൾ മാത്രമാണ് ലഭിക്കുന്നതെന്ന് ഇദ്ദേഹം പറയുന്നു. എള്ളിന് കിലോയ്ക്ക് 400 രൂപയെങ്കിലും വില കിട്ടണമെന്നാണ് ഈ കർഷകന്റെ ആവശ്യം. ആയിരുന്നു 23 വർഷം വെളിനാട്ടിൽ പല രാജ്യങ്ങളിൽ ജോലി ചെയ്ത് നാട്ടിൽ വന്ന് കൃഷി തുടങ്ങിയതാണ്. നെല്ല് കൃഷി ചെയ്യും, എള്ള് കൃഷി ചെയ്യും. ഇപ്രാവശ്യം എള്ളാണ് ഇട്ടത്. നാട്ടുകാരെ കൃഷി നമ്മുടെ മണപ്പള്ളി കൃഷിഭവൻ തന്ന എള്ളാണ്. അത് 2 ടൈപ്പ് എള്ളുണ്ടായിരുന്നു. പക്ഷേ 2 ഏരിയയിലും 2 ടൈപ്പ് എള്ളാണ് കൃഷി ചെയ്തത്. ഇതൊരു 75-80 ദിവസത്തിനുള്ളിൽ പിഴേണ്ടതാണ്. ഈ ചൂടിൻ്റെ കൂടുതൽ കാഠിന്യം കാരണം ഇത് നേരത്തെ പൊട്ടാൻ തുടങ്ങി. അങ്ങനെ ഇന്ന് ഞാൻ കുറച്ച് എള്ള് അതിൽ പിഴാൻ തുടങ്ങി. പൊട്ടി എള്ളുകൾ പിഴുതു മാറ്റുകയാണ്. പ്രത്യേകിച്ച് കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നഷ്ടത്തിൽ കലാശിക്കുന്ന ഒരു ജോബാണ്. പക്ഷേ ആൾക്കാർ അതുകൊണ്ടാണ് കൃഷിയോട് കൂടുതൽ താല്പര്യമില്ലാത്തത്. പിന്നെ നമ്മൾ സ്വന്തമായിട്ടും കുറച്ച് ആൾക്കാരെയൊക്കെ നിർത്തിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വലിയ എന്തോന്നൊന്നുമില്ലാതെ ആ കൃഷി അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇത്രയും സ്ഥലത്ത് നമ്മുടെ സ്വന്തം സ്ഥലവും നമ്മുടെ അമ്മയുടെ കുടുംബക്കാരുടെയും കൂടെ വസ്തു എടുത്താണ് ഞാൻ കൃഷി ചെയ്യുന്നത്. ഏകദേശം 2 ഏക്കർ, 1.5 ഏക്കർ, 2 ഏക്കറിനടുത്ത് വസ്തുവുണ്ട്. കൃഷിഭവന് കുഴപ്പമൊന്നുമില്ല. ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം വിളിച്ചു കഴിഞ്ഞാൽ ഓടി വന്ന് മാന്യമായ ഒരു വില 350 രൂപ വെച്ചായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം തന്നെ കിലോയ്ക്ക്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മന്ത്രിയോട് പറഞ്ഞായിരുന്നു 400 രൂപ വെച്ച് തന്നെങ്കിലേ നമുക്കത് മുതലാകത്തുള്ളൂ. എള്ള് കൃഷിയോടൊപ്പം കോഴി വളർത്തലും ഇദ്ദേഹം മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ന്യൂസ് ബ്യൂറോ, തഴവ.